കീറി വെച്ചൊരു 3 പച്ചമുളക് കൂടി ഇടും. ഒരു ഒരെണ്ണം കൂടി ഇടാം. ചൂടാവട്ടെ. ചൂട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് നന്നായിട്ട് ചൂട് കിട്ടുന്നതായിരിക്കും, ചിലർക്ക് സമയമെടുക്കും. അപ്പം ഇത് നമ്മൾ മൊരിക്കുമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതിലോട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമാണ്. അത് ഇത്തിരി ഉപ്പിടേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ ഇട്ട് വെച്ചതുള്ളൂ. ചേർത്ത് കലക്കി വെച്ചതാണ്. അത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. കഴുകി ഒഴിക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതിലോട്ട് ഇപ്പം തന്നെ നമുക്ക് കുടംപുളി, ഞാൻ മാങ്ങ ഇട്ടാണ് കറി വയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കുടംപുളി കഴുകി വെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ കീറി വെള്ളത്തിട്ടേക്കുന്നതാണ്. ഇത് നമുക്ക് എണ്ണത്തിട്ട് ചേർക്കാം. ആ വെള്ളം കളയേണ്ട കാര്യമില്ല, കാരണം കഴുകി നമ്മൾ ഇട്ടേക്കുന്നത് ആ വെള്ളത്തോടെ നമുക്ക് ചേർക്കാം. ഒന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ച് അതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഒരിത്തിരി വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. അപ്പം ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കുകയാണെങ്കിൽ അത് തിളച്ച് വറ്റി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങത്തിന് സമയമെടുക്കും. അപ്പം കുറച്ച് വെള്ളമായിട്ടിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ആവശ്യമുള്ള വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് പിന്നെ തിളയ്ക്കുമ്പോഴത്തേക്കും പൊടിയൊക്കെ ഒന്ന് വെന്തിട്ടും ഉണ്ടാവും. എങ്കിൽ ഒരുപാട് നേരം കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മുടെ വെള്ളമൊക്കെ തിളച്ചൊരിത് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കാം. പച്ചമാങ്ങയാണ് ഓൾറെഡി ചേർക്കുന്നതെങ്കിൽ ആ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിനെ വേറെ പരുവത്തിലോട്ട് മാറ്റാനുള്ള പരിപാടിയാണ്. ഇടട്ടെ. ഇതിലോട്ട് മാങ്ങ ഇട്ടു.